നമ്മുടെ ദേവയാനിക്ക് നമ്മുടെ നയനയുടെ വില മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കനക ഒരു പരിപാടി കാണിച്ചു വെച്ചിരിക്കുകയാണ്. കനക പറയുകയാണ്, എൻ്റെ മോൾ ഇവിടെ ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു അതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവയാനിക്ക്. അതിനുശേഷമാണ് പറയുന്നത്, എൻ്റെ മോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. എൻ്റെ മോൾ ഈ വീട്ടിൽ ഒരു ദിവസം ഇല്ലെങ്കിലുണ്ടല്ലോ ഈ വീട്ടിലെ സ്ഥിതി തന്നെ ശൂന്യമാവും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി പറയാണ്, നിൻ്റെ മോൾ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ്, ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ കാര്യമാണ്, അത് തൊട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അങ്ങനെ ആദർശ് ആ സമയത്തിന് ഇറങ്ങി പുറത്തേക്ക് വരുന്ന സമയത്തിന് ഫയൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയണ, ആ മോനെ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി പോകുന്നു. ഫയൽ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നയന വന്നിട്ട് ഫയൽ എടുക്കുകയാണ്. അമ്മ ഇത് ഞാനാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അമ്മയ്ക്ക് അറിയാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ എടുത്തിട്ട് ആദർശിൻ്റെ കയ്യിൽ നമ്മുടെ നയന കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് അമ്മയോട് യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. മുത്തശ്ശി വന്നിട്ട് പറയണേ, മോളെ ജാതകം എടുത്തിട്ട് വരാൻ പറയണം, അനിയുടെ ജാതകം എടുത്തിട്ട് വരാൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നയന അപ്പോൾ ദേവയാനിയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ദേവയാനി പറയണേ, എനിക്കറിയില്ല അമ്മേ ജാതകം എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയനമോള് പറയുകയാണ്, മുത്തശ്ശി എനിക്കറിയാം മുത്തശ്ശി, ഞാൻ എടുത്തുകൊണ്ട് തരാം, കഴിഞ്ഞ തവണ മുത്തശ്ശൻ എൻ്റെ കയ്യിലാണ് അത് തന്നത്, അതുകൊണ്ട് ഞാൻ ഷെൽഫിൽ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവയാനി ഇങ്ങനെ നോക്കുകയാണ്, നമ്മുടെ കനകത്തിനെ ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ മോളില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പോയ പോക്കെ തന്നെ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിലേക്ക് ജാതകം കൊണ്ടുവന്ന് നമ്മുടെ നയന കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയാണ്, ആ മോളെ മുത്തശ്ശിനുള്ള മരുന്നും ഗുളിയൊക്കെ എടുത്തു കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ഞാൻ എടുത്തു കൊടുക്കാം അമ്മേ, ഇനി ആ വിധ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പോൾ ഉടനെ മുത്തശ്ശി പറയാണ്, എന്താ ഇപ്പോൾ നിനക്ക് ഇത്ര മനംമാറ്റം? സാധാരണ ഇതൊക്കെ നയനമോളല്ലേ ചെയ്യുന്നത്, നിനക്ക് അറിയാമോ അതിന് മരുന്ന് ഏത് ഗുളി ഏതെന്ന്? അതൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി പോവുകയാണ്. അങ്ങനെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ദേവയാനി പറയാണ്, അച്ഛന് ഗുളിയെ ഞാൻ എടുത്തു തരട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തച്ഛൻ ചോദിക്കുകയാണ്, നയനമോൾ എന്തിയേ? അല്ല അച്ഛാ, ഇന്ന് മുതൽ ഞാൻ എടുത്തു തരാം. അതിന് നിനക്കറിയോ മെഡിസിൻ ഏതാണെന്ന്? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കഴിക്കുന്ന മെഡിസിൻ ഏതാണെന്ന് എനിക്ക് കൂടി നിശ്ചയമില്ല. എനിക്ക് സമയത്ത് മോളെടുത്ത് കയ്യിൽ തരുന്നു, അപ്പോൾ ഞാൻ കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കനക മോളോട് പറയണം, മോളെ നയനെ നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ മുത്തശ്ശന് മരുന്നെടുത്ത് കൊടുക്കാൻ പോയിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും കൈ കിട്ടിയ മരുന്നെടുത്ത് കൊടുത്തിട്ട് പണി പാളുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് ചെല്ല് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയാണ്, അമ്മയ്ക്ക് ഇതിന് മരുന്നെടുത്ത് കൊടുക്കാൻ അറിയാമോ മുത്തശ്ശൻ്റെ? ഇതല്ലേ അച്ഛാ ഈ മരുന്നല്ലേ അച്ഛൻ ഇപ്പോൾ ഈ സമയത്ത് കഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയണ, അല്ലമ്മേ ആ മരുന്നല്ല കഴിക്കേണ്ടത്, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന ഒരു ഗുളിക എടുത്ത് കൊടുത്തിട്ട് പറയണ, ഈ ഗുളികയാണ് മുത്തശ്ശന് ഉച്ചയ്ക്ക് കൊടുക്കേണ്ടത്, മറ്റേത് BP കുറയ്ക്കുന്നതിനുള്ള ഗുളികയാണ്, അതിപ്പോൾ ഈ സമയത്ത് കൊടുക്കാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയന ഗുളിക എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനിക്ക് അതൊരു എന്തോ ഒരു വല്ലായ്മ തോന്നുകയാണ്. ദേവയാനി അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല നയനമോളെ, നിൻ്റെ അമ്മായിയമ്മയുടെ മനസ്സ് ശരിക്കും മാറിയോ, അതോ അവൾ വെറുതെ നിനക്ക് എന്തെങ്കിലും പണി തരാൻ വേണ്ടിയിട്ട് കൂടിയതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയനമോള് പറയുകയാണ്, ഇല്ല മുത്തശ്ശ, എന്തായാലും അമ്മയുടെ മനസ്സൊന്നും മാറാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ അമ്മ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല, അമ്മ രാവിലെ തൊട്ടേ ഇതുപോലെ ഒരിത്തിരി വാശിയിലാണ്, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, എന്തായാലും അവളുടെ മനസ്സ് മാറിയിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ കനകയാണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കാലമൊക്കെ കയറ്റി വെച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇരിക്കുന്നത്. ദേവയാനിയെ കാണുമ്പോഴത്തേക്ക് പറയാണ്, ചാടി എണീക്കുകയാണ്. അതിനുശേഷം പറയാണ്, ദേവയാനി എന്നൊക്കെ ആയി ഇപ്പോൾ വിളി. ദേവയാനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, എൻ്റെ മോളില്ലെങ്കിൽ ഈ വീട് സ്തംഭിച്ച് പോകുന്നു. എന്താ നിൻ്റെ മോളില്ലെങ്കിൽ സ്തംഭിക്കാൻ മാത്രം എന്താ, നിൻ്റെ മോള് വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ജീവിച്ചത്, പിന്നെ നീ എന്തിനാ കൂടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുന്നത്? അത് ദേവയാനി വെറുതെ പറയുന്നതാണ്. രാവിലെ ഫയൽ ചോദിച്ചു ആദർശ്, ദേവയാനിക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ,
എൻ്റെ മോളല്ലേ എടുത്തു കൊടുത്തത്. അതുപോലെ അനിയുടെ ജാതകം വരെ എവിടെ ഇരിക്കുന്നെന്ന് എൻ്റെ മോക്ക അറിയാവുന്നത്, അതുപോലും ദേവയാനിക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ മുത്തശ്ശൻ്റെ ഗുളികയും മരുന്നും അതുവരെ എൻ്റെ നയനമോളാണ് എടുത്തു കൊടുത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു വീട്ടിൽ എന്തുമാത്രം ജോലിയുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കിടന്നുറക്കം ആവുന്നതുവരെ എൻ്റെ മോൾക്ക് ഇവിടെ ഒരു റെസ്റ്റും ഇല്ല. എൻ്റെ മോളല്ലേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ മോൾ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വന്നു എന്ന് വെച്ച് ആ സമയത്തിന് ഈ വീട്ടിലെ എല്ലാവരുടെയും താളം തെറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ ദേവയാനിക്ക് പോലും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് ഇപ്പം അറിയാൻ ഒരു നിശ്ചയം ഇല്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ദേവയാനി പറയാണ്, നിൻ്റെ മോൾ വരുന്നതിന് മുമ്പേ ഇവിടെ ആവശ്യത്തിന് വീട്ടുജോലിക്കാരുണ്ട്. പിന്നെ അപ്പോൾ ഉടനെ നമ്മുടെ കനക പറയണം, വീട്ടുജോലിക്കാരെന്ന് പറഞ്ഞാൽ അകത്തൊരാളും പുറത്ത് 3-4 പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്തേ ആരും ഇല്ലാത്തത്? എൻ്റെ മോളുടെ മെടുക്കാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, നീ അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ, 3-4 ജോലിക്കാർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നേര് തന്നെയാണ്. ഞാൻ എന്തിനാ അത് പറഞ്ഞു വിട്ടേന്ന് നിനക്കറിയാമോ? നിൻ്റെ മോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ വീട്ടിലെ ജോലികളൊക്കെ അവൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ മനഃപൂർവ്വം തന്നെ ജോലിക്കാരെ വെക്കാത്തത്. പിന്നെ ഈ വീട്ടിലുള്ളവർക്ക് അനന്തപുരിക്കാർക്ക് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് ഒരു പ്രശ്നമേ അല്ല. പിന്നെ മനഃപൂർവ്വം നിൻ്റെ മോൾ ഇവിടെ ജോലിക്കാരിയായിട്ട് ഉള്ളപ്പോൾ മറ്റൊരു ജോലിക്കാരിയുടെ ആവശ്യമില്ലയെന്ന് കരുതിയിട്ട് ഞാൻ മനഃപൂർവ്വം തന്നെ ജോലിക്കാരെ വെക്കാത്തത്. പിന്നെ ഈ വീട്ടിലെ പുറമ്പോക്കും അധികപ്പറ്റും മറ്റാരുമല്ല, ഇത്തിൽ കണ്ണി പോലെ വന്ന് താമസിക്കുന്ന നിൻ്റെ മോൾ തന്നെയാടി എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ നമ്മുടെ നല്ല വിഷമം തോന്നുകയാണ് നമ്മുടെ കനകയ്ക്ക്, നമ്മുടെ നയനെക്കുറിച്ച് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അനി ഇങ്ങനെ അനിയുടെ വണ്ടിയിൽ വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അനാമിക വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അനിയെ. അപ്പോൾ അനി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുകയാണ്, എന്താ അനാമിക, എന്താ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് കാണണമെന്ന് പറഞ്ഞത് വേറൊന്നിനുമല്ല, നമ്മൾ കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ടും അനി എന്നെ ഒന്ന് വിളിക്കുന്നു കൂടിയില്ല. ഞാനങ്ങോട്ട് വിളിച്ചാൽ തന്നെ എടുത്ത് സംസാരിക്കാൻ തന്നെ നല്ല മടിയാണ് എനിക്ക്. എന്താ അനി കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ നമ്മുടെ എൻഗേജ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ എൻ്റെ ചില ബന്ധുക്കൾക്കും അനിയെ നേരിട്ട് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പലരും എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടും ഉണ്ട് അതേക്കുറിച്ച്. അപ്പോൾ ഞാൻ അനിയെ ഇപ്പോൾ വിളിച്ചതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് എൻ്റേതായിട്ടുള്ള കുറച്ച് ആളുകളടുത്ത് എനിക്ക് വിവാഹം വിളിക്കാനായിട്ട് പോകണം. അപ്പോൾ അനി കൂടി എൻ്റെ ഒപ്പം വരണം. അങ്ങനെയാണെങ്കിൽ അവരേക്കൊക്കെ അനിയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി പറയണേ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, വിവാഹത്തിന് ശേഷം പോയി പരിചയപ്പെട്ടാൽ മതി, അതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുകയാണ് അനി. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, എന്തിനാ അനി ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഞാൻ വിളിക്കുന്നത് കൊണ്ടാണോ അനിക്ക് വരാൻ ഇത്ര മടി? അതേസമയം നന്ദു വിളിക്കുകയാണെങ്കിൽ അനി അപ്പോഴേ പറന്നു ചെന്നേനല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. നീ ശരിക്കും പറയുകയാണെങ്കിൽ നീ എന്തിനാവശ്യമില്ലാതെ നന്ദുവിനെ ഇതിലേക്കൊക്കെ വലിച്ചിടുന്നത് എന്ന് ചോദിക്കുകയാണ് അനി. അതിനുശേഷം അനി പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ തീരെ താല്പര്യമില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണ് വിവാഹം ഉടനെ വേണ്ട എന്നൊക്കെ പറയുന്നത്. നിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, നിനക്കാണ് വിവാഹം കഴിക്കാൻ ഇത്രയും വെപ്രാളായിട്ടിരിക്കുന്നത്. ശരിക്കും എനിക്ക് വയസ്സ് 25 ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴേ വിവാഹം കഴിക്കുന്നതിനോട് തീരെ താല്പര്യവും ഇല്ല. അപ്പോൾ ഉടനെ നമ്മുടെ അനാമിക ചോദിക്കുകയാണ്, വിവാഹത്തിന് ശേഷം നിന്നെ ഞാൻ കെട്ടിയിടുമെന്ന് കരുതിയിട്ടാണോ നീ അങ്ങനെ കരുതുന്നത്? വിവാഹത്തിന് ശേഷം കെട്ടിയിടേണ്ട കാര്യം എന്താ? ഇപ്പോഴേ നീ എന്നെ കെട്ടിയിട്ടിരിക്കുകയല്ലേ. എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞൂടാ, ഇങ്ങോട്ട് തിരിഞ്ഞൂടാ, എനിക്ക് ഇഷ്ടപ്പെട്ട ആരെയും കണ്ടുകൂടാ, കേട്ടുകൂടാ, ഇതൊക്കെയല്ലേ നിൻ്റെ ചിട്ടകൾ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഉടനെ അനാമിക ചോദിക്കണം, നീ ശരിക്കും നന്ദുവിനെ ഉദ്ദേശിച്ചല്ലേ ഈ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനിയെ പറയാണ്, അതെ, നന്ദുവിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. നന്ദു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. നന്ദുവിനോട് ഞാൻ സംസാരിച്ച നിനക്കെന്താ പ്രശ്നം? പിന്നെ നീ ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെയൊന്നും എനിക്ക് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അനി പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അനാമിക പറയാണ്, അല്ല നിൻ്റെ കുടുംബത്തിൽ ഒരു പൂജ നടന്നാർക്ക് നീ എന്നെ വിളിച്ചില്ലല്ലോ. വിത്ത് അപ്പോഴത്തേക്ക് അനി ചോദിക്കണേ, ഏത് പൂജ? ഇന്ന് രാവിലെ നടന്നത്. ആ വിത്ത് മുളച്ചോ എന്നറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടല്ലേ ആ വിത്ത് പാകാനായിട്ട് വെച്ചിരുന്നത്. അതുപോലും നീ എന്നെ അറിയിച്ചില്ല. അത് വലിയ മോശമായിപ്പോയി അനി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അനാമിക. അപ്പോൾ അനി പറയുകയാണ്, അതൊന്നും അത്ര പറയേണ്ട വലിയ കാര്യമൊന്നുമില്ല, മുളച്ചെങ്കിൽ നിന്നെ അറിയിക്കുമല്ലോ, അങ്ങനെ അറിയേണ്ട കാര്യമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അനാമിക പറയണം, അനി, എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി പറയണേ, എനിക്ക് തീരെ വിശപ്പില്ല, ഞാൻ വീട്ടിൽ നിന്ന്
കാപ്പി കഴിച്ചിട്ടാണ് വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് വിശക്കുന്നെങ്കിൽ നീ തന്നെ പോയി കഴിച്ചോ. അത് കൊള്ളാം, എങ്ങനെയാണോ അനി സംസാരിക്കുന്നത്. വിവാഹമൊക്കെ ഉറച്ചിരിക്കുന്ന കാമുകന്മാർ സാധാരണ എത്ര സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. അവർക്ക് എവിടെയെല്ലാം പോകണോ അതിനൊക്കെ നല്ല ത്രില്ലടിച്ചായിരിക്കും പോകുന്നത്. പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അനാമിക. അതിനുശേഷം അനാമിക പറയാണ്, ശരി നിനക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ വേണ്ട, വാ നമുക്ക് ഒരുമിച്ചിരുന്ന ഒരു ജ്യൂസ് എങ്കിലും കുടിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അനിയെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ് നമ്മുടെ അനാമിക. അതേസമയത്ത് നമ്മുടെ നന്ദു കടൽ തീരത്തിൽ ഇങ്ങനെ നോക്കി, ബീച്ചിൻ്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നല്ല സങ്കടത്തിലാണ് നമ്മുടെ നന്ദു, വലിയ സങ്കടത്തിലിരിക്കുകയാണ് നമ്മുടെ നന്ദു. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വരികയാണ്. അനാമികയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ്, നന്ദുവിനെ ഞാനൊന്ന് കാണാനായിട്ട് ഇരിക്കുകയായിരുന്നു. നന്ദു എന്തിനാ വെറുതെ ഇപ്പോഴും അനിയുടെ പിന്നാലെ അലയുന്നത്? അപ്പോൾ ഉടനെ നന്ദു പറയുന്നത്, അനാമിക വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ അനിയെ കാണാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ അനിയുടെ കോളുകൾ പോലും ഞാൻ ശരിക്കും അറ്റൻഡ് ചെയ്യാറില്ല. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കണം അനാമിക. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, നിനക്കതിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് ഞാൻ അനിയെ വിളിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ അനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ അനാമിക പറയാണ്, നന്ദു നിങ്ങൾ സാധാരണ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നെങ്കിൽ എനിക്കതിലൊന്നും തോന്നില്ലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിലിപ്പോൾ വലിയൊരു കരട് തന്നെ കിടപ്പുണ്ട്. അത് ഞാൻ നിൻ്റെ വീട്ടുകാരോട് ഇടയ്ക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അനിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ നിനക്ക് അനിയോട് ഇഷ്ടമുണ്ടായിരുന്നു. അനിയുടെ മനസ്സിലും നിന്നോട് തിരിച്ചും ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ രണ്ടാളും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനങ്ങനെയല്ല ചെയ്തത്. ഞാൻ അവൻ്റെ കവിതകൾ ഇഷ്ടപ്പെട്ട സമയത്ത് തന്നെ അവനെ ഞാൻ കാണാൻ ശ്രമിച്ചു. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം അവനോട് നേരിട്ട് തുറന്നു പറയുക ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ വിവാഹവും ഉറപ്പിച്ചത്. പക്ഷേ നിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് തന്നെ അനിയെ എനിക്ക് വിട്ടു തന്നേക്കണം. അനിയുടെ മേലിൽ നിനക്ക് ഒരു അവകാശവും ഇല്ല നന്ദു എന്ന് പറയണം. അതുമാത്രമല്ല, നീ ഇനി അനിയെ ഒരു നല്ലൊരു കൂടപ്പിറപ്പായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്സായിട്ടോ കാണാൻ മാത്രമേ ശ്രമിക്കാവൂ. ആ രീതിയിലേ നീ മനസ്സിൽ കാണാവൂ എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിന് ദേഷ്യം വരികയാണ്. നന്ദു പറയാണ്, ഞാൻ അനിയെ എങ്ങനെ കാണണമെന്നും എങ്ങനെ അനിയോട് പെരുമാറണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. അതിന് അനാമികയല്ല അത് തീരുമാനിക്കാൻ പറഞ്ഞു തരുകയും ചെയ്യേണ്ടത്. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. പിന്നെ അനന്തപുരിയിൽ പോകുന്ന കാര്യം, അനന്തപുരിയിൽ പോവാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ 2 ചേച്ചിമാരും ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എന്നെ കൂടുതൽ ചൊറിയാനൊന്നും അനാമിക ആവശ്യമില്ലാതെ വരണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവുകയാണ്. അനാമികയ്ക്കാണെങ്കിൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ അനാമികയ്ക്ക് ഏറ്റ ഒരു അടിയാണ്. അനാമിക ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ആദർശൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരൊരു ചർച്ചയിലാണ്. കാര്യം ഒരു അമേരിക്കൻ കമ്പനി നല്ലൊരു വർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് അവർക്ക് വേണ്ടുന്നത് കുറേ മോഡേൺ ഡിസൈനുകളാണ് ആവശ്യം. അങ്ങനെ അവർ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ കനക പറയണ, മോനെ ആദർശ് മോനെ, നമ്മുടെ നയനമോള് നന്നായിട്ട് ഡിസൈൻ ചെയ്യുമല്ലോ, നയനമോള് ചെയ്തു തരും എന്ന് പറയുമ്പോൾ ആദർശ് പറയണ, അല്ലമ്മേ അവൾ നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യും. പക്ഷേ അതൊക്കെ ട്രഡീഷണൽ ഡിസൈനുകളാണ്. അവർക്ക് വേണ്ടുന്നത്, ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്നത് പക്കാ മോഡേൺ ഡിസൈനാണ്. അതിനെക്കുറിച്ചൊന്നും ഇവൾക്ക് വലിയ പിടിപാടൊന്നും ഇല്ലെന്നേ. ഇവൾക്ക് അത്രയും നല്ല കഴിവൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ഡിസൈൻ വർക്കിനോടൊന്നും അവൾക്ക് അത്രയും ഗ്രാഹ്യമില്ല. അതുകൊണ്ട് അവളെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് ആദർശ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജയം പറയണം, മോളെ അത് കുറച്ച് കാര്യമാണ്, കുറച്ച് കട്ടിയാണ്, അതുകൊണ്ട് മോൾക്ക് പറ്റുവാൻ ചാൻസ് കുറവാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കനക പറയണം, എന്നാലും നയനമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്തിന് വേണ്ടാന്ന് തന്നെ നമ്മുടെ ആദർശ് പറയുകയാണ്. അപ്പോൾ മുത്തച്ഛൻ പറയുകയാണ്, മോളെ എന്തായാലും അവർ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണ് കേട്ടോ അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിന് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ജലജ നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അബിയുടെ അടുത്ത് ചെന്നിട്ട് പറയണം, മോനെ അബി, താഴെ അവരൊക്കെ കൂടി ചേർന്നിട്ടേ ഒരു വലിയൊരു മീറ്റിംഗ് ഇപ്പം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. മോഡേൺ ഡിസൈനാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നിൻ്റെ കഴിവ് നീ തെളിയിക്കണം അബി എന്നിങ്ങനെ പറയണം. അപ്പോൾ അബി പറയണേ, ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ?
ആ നയന എന്ന് പറയുന്നവളുണ്ടല്ലോ നന്നായിട്ട് പടം വരയ്ക്കുന്ന ഡിസൈൻ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അതിൻ്റെ അടുത്തൊക്കെ പിടിച്ച് നിൽക്കുക ഇത്തിരി പാടാണ്. പിന്നെ എന്നെ ഏട്ടന് ഒരു വിശ്വാസവും ഇല്ല. പിന്നെ ഞാൻ വരയ്ക്കുന്ന പടം അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലജ ഉപദേശിക്കുകയാണ്, മോനെ നിനക്ക് ഇഷ്ടപ്പെടുക ഇന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ഡിസൈൻ ആദർശിനും അതുപോലെ അച്ഛനും ചേട്ടനും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലുണ്ടല്ലോ, എന്തായാലും ആദർശിനേക്കാൾ മുകളിലുള്ളൊരു പൊസിഷൻ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ആദർശിന് തൊട്ട് താഴെയുള്ളൊരു പരിഗണനയിലുള്ള ഒരു സ്ഥാനം നിനക്ക് കിട്ടും. കാരണം ഇപ്പം തന്നെ 3 ബ്രാഞ്ചുകൾ അനിയെയാണ് അവരെ ഏൽപ്പിക്കാനായിട്ടിരിക്കുന്നത്. നീ ഇപ്പോൾ വെറും ഒരു കീഴുദ്യോഗസ്ഥ മാത്രമാണ്. അപ്പോൾ പിന്നെ നിനക്ക് ഇത്തിരി എന്തെന്ന് പറഞ്ഞാൽ ഇത്തിരി ട്രസ്റ്റിലൊക്കെ നീ അംഗമാണെന്നുള്ളത് മാത്രമേ ഒരു ഇതായിട്ട് പറയാനുള്ളൂ. പക്ഷേ എന്ന് കരുതിയിട്ട് പൈസയൊന്നും അതിലുള്ളതൊന്നും ഇപ്പോഴൊന്നും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് അതും മനസ്സിൽ കണ്ടുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. നീ എന്തായാലും ശ്രമിക്കടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ അഭി പറയണേ, എന്നെക്കൊണ്ട് പറ്റില്ല അമ്മേ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? എടാ അഭി, നീ ഒരു കാര്യം ചെയ്യുക, നീ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഇപ്പോഴത്തെ അതായത് ഇപ്പം മോഡേൺ ഡിസൈൻ്റെ ഒരു ഇത് നീ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് വരച്ചെടുക്കാൻ പറയുകയാണ്. അപ്പോൾ അഭി പറയുകയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അമ്മേ, പക്ഷേ വിജയിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതോടുകൂടി അങ്ങനെ അമ്മയും മോനും കൂടി സംസാരിച്ചിരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ എന്താണ്, ഒരു കാര്യം, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് തൊട്ട് ഞാൻ സാന്ത്വനം സീരിയലിൻ്റെ റിവ്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. സാന്ത്വനം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കരുതും ഇപ്പോഴത്തെ പുതിയ സാന്ത്വനമാണ് എന്ന്. അല്ല, പുതിയ സാന്ത്വനമല്ല, നമ്മുടെ പഴയ സാന്ത്വനം, നമ്മുടെ ശിവാഞ്ജലി പ്രണയമാണ് നമ്മൾ റിവ്യൂ ആയിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും കാണുക, എല്ലാവരുടെയും സപ്പോർട്ടുകളും ഒക്കെ ഉണ്ടാവണം. പിന്നെന്താണ്, നിങ്ങളുടെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.